ഞാനൊരു ശകലം മീൻ കിട്ടിയത് അച്ചാറിടാൻ പോവാണേ. മോതമീൻ എന്നാണ് പറഞ്ഞത്, മോതമീൻ. അതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞുറുക്കി മഞ്ഞൾ പൊടി ഇച്ചിരി മുളകും ചേർത്ത് പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളമായി. ഇനിയിപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് വറുത്ത് കോരട്ടെ. വറുത്ത് കോരിയിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ചീനിച്ചിട്ട് എടുത്തത് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകട്ടെ. 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് കോരിയേ. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ കടുക് പൊട്ടിക്കുക. വറുത്ത് കോരി എണ്ണയെ പൊട്ടാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, അത് നമുക്ക് വെളുത്തുള്ളി ഇടാതെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴന്നിടട്ടെ. തീ കുറച്ചിട്ട് വഴറ്റണം. തീ ആയിപ്പോയാൽ കരിഞ്ഞു പോകും. ആവശ്യമുള്ള മുളക് പൊടി ഇട്ടേ. ചെറിയ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി. 1/2 കിലോ മീനല്ല. അത് നല്ലപോലെ ഒന്ന് ചൂടായി അതിൻ്റെ കരുമണം പോകുമ്പോൾ നമുക്കതിനുള്ള മഞ്ഞൾ പൊടി ഇടാം. പിന്നെ ഉലുവാപ്പൊടി ഇടാം. രണ്ടും കൂടെ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടാം. എൻ്റെ സ്വന്തം പറമ്പിലെ കരിയാപ്പിലയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ ഇടാം. കരിവേപ്പില ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിക്കാം. ഇനി അരപ്പെല്ലാം നല്ലപോലെ മൂത്തേ. ഇനി ഞാൻ വറുത്ത് വെച്ച മീൻ ഇതിനകത്തോട്ട് ഇടുക. പിന്നെ നല്ലപോലെ ഇട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പൊരിച്ചക്കാലൊന്നും അല്ല കേട്ടോ. 1-2 കൊണ്ടൊക്കെ കൂട്ടി അങ്ങ് തീർക്കും. നമ്മൾ വിദേശത്തൊക്കെ കൊടുത്തു വിടാനൊക്കെ വറക്കുവാണെങ്കിൽ മീൻ ഇച്ചിരി കൂടെ ട്രൈ ആക്കണേ. ഇച്ചിരി കൂടെ വറക്കുവാണെങ്കിൽ കേടാകാതെ 1 വർഷമൊക്കെ ഇരിക്കും. നമ്മൾക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിനുള്ളതായതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമുള്ള കായം. പിന്നെ ഈ മീൻ ഞാൻ പുരട്ടിയൊക്കെ വറക്കാൻ വെച്ചപ്പോഴൊക്കെ ഉപ്പ് പുരട്ടിയ ഉപ്പ് നേരം വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ശകല ഉപ്പും കൂടി ഇടുക. ശകല ഉപ്പും കൂടി ഇടുക. കുറഞ്ഞു പോയെങ്കിലും നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടത് ഇടുന്നത്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്ത് കോരി വെക്കാം. 1 ദിവസം ഇങ്ങനെ ഈ പാത്രത്തിൽ ഇരുന്ന് തണുക്കണം. അല്ല ചൂടോടെ കോരി വെക്കരുത്. അപ്പോൾ ആകുമ്പോൾ 2-3 മാസമൊക്കെ കൂട്ടാല്ലേ, കേടാകാതെ. നമ്മൾ ഇച്ചിരി വെച്ചേക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മീൻ ട്രൈ ആയിട്ട് വേണം. എൻ്റെ മീൻ അച്ചാർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുക. അലുമിനിയം ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. നോൺ സ്റ്റിക്ക് പാത്രമില്ല, ഇരുമ്പ് ചട്ടിയില്ല. ഇത് അലുമിനിയം പാത്രത്തിൽ നിങ്ങൾക്കെല്ലാം കാണത്തക്ക രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ അറിയാം എല്ലാവർക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.